ഹായ് മക്കളെ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച പ്രധാനപ്പെട്ട മറ്റൊരു കോളേജുമായിട്ടാണ് വന്നിട്ടുള്ളത്. മിറാണ്ട ഹൗസ്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠിക്കാൻ പറ്റുന്ന ലേഡീസ് ഓൺലി ക്യാമ്പസ് ആണ് മിറാണ്ട ഹൗസ് എന്ന് പറയുന്നത്. നേരത്തെ NIRF റാങ്കിങ്ങിൽ നമ്പർ 1 പൊസിഷൻ ഉണ്ടായിരുന്ന NIRF റാങ്കിങ്ങിൽ 2023 വരെ നമ്പർ 1 പൊസിഷൻ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റിയും ആണ് ഡൽഹി യൂണിവേഴ്സിറ്റി വണ്ടർ വരുന്ന മിറാണ്ട ഹൗസ് കോളേജ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് 2024 ഹിന്ദു കോളേജ് അതിനെ മറികടക്കുകയും 2ാം പൊസിഷനിലേക്ക് മിറാണ്ട ഹൗസ് വരികയും ചെയ്തു എന്നുള്ളതാണ്. മിറാണ്ട ഹൗസ് എന്ന് പറയുന്നത് 1948 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കോളേജാണ്. 7th മാർച്ച് 1948 ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കോൺസ്റ്റന്റ് കോളേജ് ഫോർ വിമൻ എന്നാണ് അറിയപ്പെടുന്നത്. മിറാണ്ട ഹൗസ് വ്യത്യസ്തമായിട്ട് അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് റാങ്കിംഗ് ആണ് NIRF 2025 ആണ് കോളേജ് കാറ്റഗറി. സെക്കൻഡ് ബൈ ഇന്ത്യ ടുഡേ 2023 ഫോർ BSc. തേർഡ് ബൈ ഇന്ത്യ ടുഡേ 2023 ഫോർ BA എന്നുള്ള സ്വഭാവത്തിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. 7 കൺസിക്യൂട്ടീവ് ഇയേഴ്സ് 2017 മുതൽ 2023 വരെ ഇന്ത്യയിലെ കോളേജുകളിൽ ടോപ്പ് റാങ്കിൽ ഉണ്ടായിരുന്ന കോളേജാണ് മിറാണ്ട ഹൗസ് എന്ന് പറയുന്നത്. മിറാണ്ട ഹൗസ് ഒരു മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ, സ്ട്രോങ് IT ബാക്ക് ബോൺ ഉള്ള ഒരു ക്യാമ്പസ് ആണ്. അഡ്വാൻസ് ലബോറട്ടറീസ്, വൈഫൈ ഫെസിലിറ്റി, ഡിജിറ്റൽ റിസോഴ്സ് സെന്റേഴ്സ്, ടെക്നോളജി ഇനാബിൾഡ് ക്ലാസ് റൂംസ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ ലാബ്, ഫിസിക്സ്, മൾട്ടിമീഡിയ ലാബ്, പ്രൊജക്ട് ലാബുകൾ, ലൈബ്രറി ഫെസിലിറ്റി, സ്പോർട്സ് കോംപ്ലക്സ്, മെഡിക്കൽ യൂണിറ്റ്, ഹോസ്റ്റൽ ഫെസിലിറ്റി, ഓഡിറ്റോറിയംസ് പോലെയുള്ള വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉള്ള ഒരു ക്യാമ്പസ് കൂടിയാണ് മിറാണ്ട ഹൗസ് എന്ന് പറയുന്നത്. നിങ്ങൾ നോട്ടബിൾ അലുമിനീസ് നോക്കുകയാണെങ്കിൽ മീര കുമാർ, ഫസ്റ്റ് ഫീമെയിൽ സ്പീക്കർ ഓഫ് ലോക്സഭ, അനിത ദേശായി ഓഥർ, നീതി മോഹൻ സിംഗ്, അതുപോലെ തന്നെ സുരഭാസ്കർ ആക്ട്രസ്, നീന സിബൽ ഡിപ്ലോമാറ്റ് ആൻഡ് റൈറ്റർ, മേധശ്രീ ദഹിയ ജേർണലിസ്റ്റ്, ഇവരെല്ലാം മിറാണ്ട ഹൗസിൽ നിന്നും പഠിച്ചിറങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട അലൂമിനീസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നോക്കുകയാണെങ്കിൽ മിറാണ്ട ഹൗസിലെ കോഴ്സുകൾ BA പ്രോഗ്രാമുകളുണ്ട്. BA ഓണേഴ്സ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ജോഗ്രഫി, ഹിന്ദി, ഹിസ്റ്ററി, ഹിന്ദുസ്ഥാനി മ്യൂസിക്, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, സാൻസ്കൃത്, സോഷ്യോളജി ഉണ്ട്. BSc ഓണേഴ്സ്, ബോട്ടണി, കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ്, സുവോളജി വരുന്നുണ്ട്. BSc ലൈഫ് സയൻസ്, ഫിസിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, BL.Ed പോലെയുള്ള കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. വിമൻ ഡെവലപ്മെൻറ്റ് സെല്ലുകളുണ്ട്, വ്യത്യസ്ത സൊസൈറ്റികളുണ്ട്. നാഷണൽ കാഡറ്റ് കോപ്സ്, NCC, നാഷണൽ സർവീസ് സ്കീം, NSS, സ്പോർട്സ് ആൻഡ് ഗെയിംസ് ആക്ടിവിറ്റീസ്, ഇന്റർനാഷണൽ കൊളാബറേറ്റേഴ്സ് ആൻഡ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസ് യൂണിയൻ വളരെ ആക്റ്റീവാണ്. ആക്ടിവിസവും വളരെ ആക്റ്റീവായി നടക്കുന്ന ഒരു ക്യാമ്പസാണ് മിറാണ്ട ഹൗസ് എന്ന് പറയുന്നത്. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് മിറാണ്ട ഹൗസിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററി കൂടെ നോക്കാം. 2021, 22, 23 പ്ലേസ്മെൻറ്റ് ആവറേജ് സാലറി പാക്കേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻക്രീസ് എത്രത്തോളം ഉണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഫിസിക്കൽ സയൻസ്, മാത്സ്, അതുപോലെ തന്നെ BA പ്രോഗ്രാം, BA എക്കണോമിക്സ് ഓണേഴ്സിനൊക്കെ ഏകദേശം ഒരു 49% മുതൽ വലിയ BA എക്കണോമിക്സ് കോഴ്സിന് ഹോണേഴ്സിന് വളരെ കൂടുതൽ 40. ഇൻ 2023 ഹയസ്റ്റ് package offered at Miranda House was 21.5 lakh per annum ആയിരുന്നു. ആൻഡ് ആവറേജ് പാക്കേജ് വാസ് 8.97 lakh per annum ആയിരുന്നു ആവറേജ് പാക്കേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും വലിയ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കോഴ്സസ്, അങ്ങനത്തെ ഒരു ക്യാമ്പസ് കൂടിയാണ് മിറാണ്ട ഹൗസ് എന്ന് പറയുന്നത്. അപ്പം മിറാണ്ട ഹൗസിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് CUT എക്സാമിനേഷനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. CUT എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഈ ചാനൽ ലഭിക്കുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും ഒക്കെ ഇൻഫർമേഷൻസ് ആയിട്ട് ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.